സംസ്ഥാനത്ത് തെരുവുനായ ശല്യം അതിരൂക്ഷമാണ്. കൊല്ലത്ത് നിന്നൊരു വാർത്ത വരുന്നുണ്ട്. കൊല്ലം മണത്തറയിൽ കുട്ടിക്ക് നേരെ തെരുവുനായകളുടെ ആക്രമണ ശ്രമം. കടത്തിണ്ണയിൽ കിടന്ന തെരുവുനായകളാണ് കുട്ടിയെ ആക്രമിക്കാൻ ശ്രമിച്ചത്. ഒരുപാട് നായകളുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണുമ്പോൾ തന്നെ 4 നായകളെ കാണാം. കണ്ണൻ നായരാണ് വിവരങ്ങളുമായിട്ടുള്ളത്. കണ്ണന് സ്ഥിരം തെരുവുനായ ശല്യമുള്ള പ്രദേശമാണോ ഇത്? കുട്ടി രക്ഷപ്പെട്ടിട്ടുണ്ടല്ലേ, പരിക്കൊന്നും ഏൽക്കാതെ? ഈ പ്രദേശം സ്ഥിരം തെരുവുനായ ശല്യമുള്ള പ്രദേശമാണ്. മുഹമ്മദ് ഹനീഫ ബീന ദമ്പതികളുടെ മകൻ 10 വയസ്സുകാരൻ മുഹമ്മദ് ഫയാസാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയായിരുന്നു സംഭവം. ഈ വിദ്യാർത്ഥി രാവിലെ മുടി വെട്ടിക്കാൻ പോയ ശേഷം തിരികെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ആ സമയത്ത് ചെറിയ മഴയുണ്ടായിരുന്നു, ചരൽ മഴ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ സമീപത്തെ കടത്തിണ്ണയിലൂടെ നടന്നു വരികയായിരുന്നു. ആ കടത്തിണ്ണയിൽ കിടക്കുകയായിരുന്നു ഒരു തെരുവുനായ. പെട്ടെന്ന് ഈ കുട്ടി ആ തെരുവുനായെ കണ്ടില്ല. അപ്രതീക്ഷിതമായി തെരുവുനായ ചാടി കുഞ്ഞിന്റെ അടുത്തേക്ക് പാഞ്ഞു നിൽക്കുകയാണ്. നിലവിളിച്ചുകൊണ്ട് ആ കുഞ്ഞ് ഓടുന്നു. സമീപത്ത് നാട്ടുകാരുണ്ടായിരുന്നു. ആ ആൾക്കാർ പെട്ടെന്ന് ബഹളം വെച്ചോടുകൂടിയാണ് ആ നായ തിരിഞ്ഞ് ഓടിയത്. അല്ലാത്ത പക്ഷം ആ കുഞ്ഞിനെ വലിയ രീതിയിൽ പരിക്കേൽക്കേണ്ടതായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രദേശത്തിന് ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ അകലെ 3 വയസ്സുള്ള കുഞ്ഞിനെ തെരുവുനായ കടിച്ചു കീറിയത്. ശരീരമാസകലം മുഖത്തടക്കം തെരുവുനായ കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. ആ കുട്ടി ഇപ്പോഴും ചികിത്സയിലാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തെരുവുനായയുടെ ആക്രമണ ശ്രമം ഉണ്ടായിരിക്കുന്നത്. അത്ഭുതകരമായിട്ടാണ് ആ 10 വയസ്സുകാരൻ രക്ഷപ്പെട്ടത്.